ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഉത്സവ ഘോഷയാത്രയിൽ കൊലക്കേസ് പ്രതികളുടെ ചിത്രം പതിപ്പിച്ച കൊടികളുമായി ഒരു പാർട്ടി പ്രവർത്തകർ പ്രകടനം അല്ലെങ്കിൽ ഘോഷയാത്ര നടത്തുന്നത്. കൂത്തുപറമ്പിൽ പറമ്പായി കുട്ടിച്ചാത്തൻ മഠത്തിലാണ് ഇത്തരം അപൂർവമായ ഒരു കാഴ്ച കഴിഞ്ഞ ദിവസം ഉണ്ടായത്. എളമ്പലായി സൂരജ് വധക്കേസിലെ 8 പ്രതികളെ കോടതി ജീവപര്യന്തം ശിക്ഷിച്ചിരുന്നു. ഒരാളെ 3 വർഷം തടവിനും ശിക്ഷിച്ചിരുന്നു. ഈ 9 പേരുടെയും ചിത്രങ്ങൾ അടങ്ങിയ കൊടിയുമായിട്ടാണ്, അതിൽ ചെഗ്വേരയുടെ ചിത്രവുമുണ്ട്, ആ കൊടിയുമായിട്ടാണ് ഈ ഘോഷയാത്രയിൽ DYFI CPM പ്രവർത്തകർ പങ്കെടുത്തത്. പുഷ്പനെ അറിയുമോ എന്ന പാട്ടും ഇതിൻ്റെ അകമ്പടിയായി കേൾക്കുന്നുണ്ടായിരുന്നു. ആലോചിച്ചു നോക്കൂ, ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു ഉത്സവ ഘോഷയാത്രയിൽ ഇത്തരം ഒരു കൊടി ഉയർത്തുക എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് തന്നെ ഒരു അത്യപൂർവ സംഭവമാണ്. CPM പോലുള്ളൊരു പാർട്ടി യഥാർത്ഥത്തിൽ ഈ ഘോഷയാത്ര നടത്തിയവർ, ഈ കൊടി ഉയർത്തിയവരെ കുറിച്ച് അന്വേഷിച്ച് നടപടി എടുക്കേണ്ടതാണ്. കാരണം ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചുകൊണ്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തിക്കുന്നത്. അത് CPM ആയാലും അംഗീകൃത നക്സൽ പാർട്ടികൾ ഉൾപ്പെടെ ഭരണഘടനയെ അനുസരിക്കാതെ ഒരു പാർട്ടിക്കും ഇവിടെ പ്രവർത്തിക്കാനാവില്ല. അപ്പോൾ ഭരണഘടന അനുസൃതമായി കോടതി നടപടികളെടുത്ത് ഈ സൂരജ് വധക്കേസിൽ CPMൽ നിന്ന് BJPയിലേക്ക് മാറിയ ആളായിരുന്നു സൂരജ്. അപ്പോൾ ആ സൂരജിനെയാണ് ഈ പ്രതികൾ കൊലപ്പെടുത്തിയത്. അപ്പോൾ ആ കൊലക്കേസ് കോടതി വിചാരണ നടത്തി ഇവർ 8 പേർ കുറ്റക്കാർ ആണ് എന്ന് കണ്ടെത്തി ഇവർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഒരു കേസിലെ പ്രതികളുടെ ചിത്രങ്ങൾ പതിപ്പിച്ച കൊടിയുമായി ഒരു ഉത്സവ സ്ഥലത്ത് ഘോഷയാത്ര നടത്തുക എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിന് ഒരു തരത്തിലും യോജിച്ച ഒരു കാര്യമല്ല. ഇക്കാര്യത്തെക്കുറിച്ച് CPM ഒരു വിശദീകരണവും ഇതുവരെ നടത്തിയിട്ടില്ല. നമ്മുടെ പ്രതിപക്ഷ പാർട്ടികളോ അമ്പല കമ്മിറ്റിക്കാരോ ക്ഷേത്രവിശ്വാസികളോ ഒന്നും തന്നെ ഇതിൽ പ്രതികരിച്ചിട്ടില്ല. പക്ഷെ എന്തായാലും ഒരു ഉത്സവ സ്ഥലത്ത് വിശ്വാസികൾ പങ്കെടുക്കുന്ന ഘോഷയാത്രയിൽ കോടതി ശിക്ഷിച്ച പ്രതികളുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തുകൊണ്ട് ഇങ്ങനെയൊരു പ്രകടനം നടത്തിയത് ഒരു തരത്തിലും ന്യായീകരിക്കാവുന്നതല്ല. TP വധക്കേസിലെ പ്രതിയായ TK രജീഷ് ഉൾപ്പെടെയുള്ളവരാണ് ഈ സൂരജ് വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ടത്. അപ്പോൾ കോടതി പ്രതികളെ ശിക്ഷിച്ചാൽ നമുക്ക് അപ്പീൽ പോകാം, ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഒക്കെ അപ്പീൽ പോകാം, നിയമപരമായ നടപടികൾ സ്വീകരിക്കാം. അതിനപ്പുറം നിയമത്തെ കയ്യിലെടുക്കുന്ന തരത്തിൽ കോടതി ശിക്ഷിച്ച പ്രതികളുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത കൊടി പിടിച്ചുകൊണ്ട് ഒരു ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത്, ചെഗ്വേരയുടെ ചിത്രം കൂടി ആലേഖനം ചെയ്താലും അത് ഒരു തരത്തിലും ന്യായീകരിക്കപ്പെടുന്ന ഒരു സംഭവമല്ല.